രാത്രിയിൽ തേച്ച് കിടന്നിട്ട് രാവിലെ എണീറ്റ് മുഖം കഴുകി നോക്കുമ്പം വെട്ടിത്തിളങ്ങി കാണുന്നത് ആർക്കല്ല ഇഷ്ടമില്ലാതിരിക്കുക. അതും നമുക്ക് ഒരിത്തിരി തീ കത്തിക്ക് അതുപോലെ തന്നെ ഒരു മിക്സിൻ്റെ ആവശ്യം ഒന്നുമില്ലാതെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയിട്ട് നമുക്കിത് പുരട്ടാൻ കഴിയാന്ന് വെച്ചാലോ അതിന് വലിയ സുഖം സന്തോഷം വേറെ എവിടെ നിന്നാലും കിട്ടുക. മുഖം വെട്ടിത്തിളങ്ങാൻ ഇഷ്ടമില്ലാത്തവർ ആരാ ഉണ്ടാവുക? പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്തെ പെൺകുട്ടികൾക്ക് നല്ല ഇഷ്ടമാണ് മുഖസൗന്ദര്യം എന്ന് പറഞ്ഞാൽ. മുമ്പൊക്കെ എന്ന് പറഞ്ഞാൽ കുറേയൊക്കെ ഗുണമായിട്ടൊക്കെ ജീവിക്കുന്ന ആളുകളായിന്. പക്ഷെ ഇന്നെല്ലാവരും നല്ല വൃത്തിയിലും വെടുപ്പിലും സൗന്ദര്യത്തിലൊക്കെ ഒരുപാട് മുമ്പിലുമാണ്. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാനും ആർക്കും മടിയിട്ടില്ലേനും അത്രക്കും നല്ലൊരു ആളുകളാണ് പെൺകുട്ടികളൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു യുഗത്തിൽ കുട്ടികളൊക്കെ ജീവിക്കണേ തന്നെ. ഇനിയിപ്പോൾ ഇത് ചെറിയ പെൺകുട്ടികൾക്കാണ് പഠിക്കാൻ പോണേ, അതേപോലെ തന്നെ കല്യാണപ്രായമുള്ള കുട്ടികൾക്കുള്ളതാണെന്നൊന്നും ആരും വിചാരിച്ചിട്ട് ടെൻഷൻ ആവണ്ട കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് പ്രായം കുറയാനെന്ന് പറഞ്ഞാൽ ഇത് തക്കാളി മാത്രമല്ല കേട്ടോ. ഇതിലേക്ക് നമ്മൾ എത്ര പ്രായം കൂടി വരികയുണ്ടെങ്കിലും അത് എപ്പോഴും ചെറുപ്പമായിട്ട് നമ്മുടെ ചർമ്മം മുഖത്തുള്ള തൊലി ഉണ്ടല്ലോ അത് സൗന്ദര്യത്തോടു കൂടി ചെറിയ പെൺകുട്ടികളെ മാതിരി നിൽക്കാനൊക്കെ പറ്റുന്ന ഒരു വെറൈറ്റി എന്ന് പറയാൻ ഒരു ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻസും കൂടി ഇതിൽ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഏതായാലും പിന്നെ ഈ തക്കാളി ഇപ്പം നല്ല വില കുറവാണല്ലോ അല്ലേ. നല്ല വില കുറഞ്ഞ ടൈം ആയതുകൊണ്ട് തന്നെ ഇതിപ്പോൾ എല്ലാവരും വീട്ടിലും ഇഷ്ടം പോലെ ഉണ്ടാവും. തക്കാളി താളിച്ചും കറി വെച്ചും വില കൂടുമ്പോൾ നമ്മൾ ഒരു തക്കാളിയൊക്കെയാണ് കറിയൊക്കെ ഇടണമെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ 2 തക്കാളിയൊക്കെ ഇടുന്ന ടൈമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് മുഖത്ത് ഈ ഒരു ക്രീം ഉണ്ടാക്കിയെടുക്കാനും യാതൊരു പിശുക്കും ഈ ഒരു തക്കാളിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് വേണ്ട കേട്ടോ. അപ്പോൾ തക്കാളി ഞാനിപ്പോൾ ചെയ്തെന്താ നിങ്ങൾ കണ്ടില്ലേ. എന്ത് ചെയ്യുക, ഒന്ന് നടു ചീന്തി കഴിഞ്ഞ് നല്ലോണം ഒന്ന് പിഴിഞ്ഞാൽ തന്നെ ആ തക്കാളീൻ്റെ നല്ലോണം ആ ജ്യൂസ് നമുക്ക് കിട്ടും. ഇനി നിങ്ങൾക്ക് തക്കാളി കുറച്ചൊക്കെ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ഇത് മിക്സഡ് ജാറിലിട്ടിട്ട് നല്ല പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുത്താലും മതിയാവും കേട്ടോ. ഞാനിപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു കീറ് തക്കാളി മതിയാവും. ഞാനിപ്പോൾ നിങ്ങളോട് തന്നെ പറഞ്ഞില്ലേ നല്ല വില കുറവായതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യത്തിൽ ഇപ്പോൾ ഒരു പിശുക്കില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാനൊരു തക്കാളി കട്ട് ചെയ്തിട്ട് അതിൻ്റെ നീര് മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട്. എന്ന് വിചാരിച്ചിട്ട് വെറുതെ സാധനം വേസ്റ്റ് ആക്കുന്ന പരിപാടി നമുക്കില്ല. ഈ ഒരു തക്കാളിൻ്റെ കഷ്ണങ്ങൾ കറിക്ക് എടുക്കുകയും ചെയ്യും. ഏതായാലും കറി വെക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു കഷ്ണങ്ങൾ 2 കഷ്ണം ഞാൻ ഒഴിവാക്കൂല കേട്ടോ. അതിൻ്റെ നീരെല്ലാം പോന്നിട്ടുള്ളൂ. എന്നാലും തക്കാളിൻ്റെ എല്ലാ ഗുണങ്ങളും ഈ ഒരു തക്കാളിൻ്റെ കഷ്ണത്തിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി നീരുള്ള വേറൊരു തക്കാളി ഇതും കൂട്ടിയിട്ട് കറിക്കിടാൻ വിചാരിച്ചതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളാരും ഈ ഒരു തക്കാളിൻ്റെ കഷ്ണം വേസ്റ്റാണെന്ന് കരുതി നിങ്ങൾ ഒഴിവാക്കണ്ട കേട്ടോ. അപ്പോൾ അതാ പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർക്കണ മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ ഗ്ലിസറിനാണ്. ഈ ഒരു ഗ്ലിസറിന് നമുക്ക് വലിയൊരു വിലയോ കാര്യമൊന്നുമില്ല കേട്ടോ. വെറും 70 രൂപ കൊടുത്താൽ തന്നെ നമുക്കിത് കിട്ടുകയും ചെയ്യും. ഒരുപാട് കാലം നമുക്കിത് യൂസാക്കാൻ വേണ്ടി പറ്റുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു ഗ്ലിസറിൻ മസ്റ്റാണ്. ഈ ഒരു ക്രീമിന് വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് പൈസ ഒക്കെ കൊടുത്ത് പലതരത്തിലുള്ള ക്രീമുകൾ നമ്മൾ വാങ്ങി തേക്കുന്നുണ്ടല്ലോ. അതിന് 500 കൊടുത്താലും 700 കൊടുത്താലും 1000 രൂപ കൊടുത്താലും ആർക്കും ഒരു പ്രശ്നവുമില്ല. പെട്ടെന്ന് മുഖം തിളങ്ങിണ്ടാവും അല്ലേ. പെട്ടെന്ന് തിളങ്ങിണ്ടാവും. ഒരു കുറച്ച് ദിവസം തേക്കുമ്പോഴേക്കും നല്ല മാറ്റം മുഖത്തിന് കാണും. പക്ഷേ കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും നമ്മളെ കിഡ്നി അടിച്ചു പോയിട്ടുണ്ടാവും. കാരണം അത്തരത്തിലുള്ള ക്രീമുകളൊക്കെയാണ് ഇപ്പോൾ വരുന്നത്. അപ്പോൾ അതൊന്നും ചെയ്യാതെ നമുക്ക് നാച്ചുറലായിട്ടുള്ള ക്രീം ഇങ്ങനെ റെഡിയാക്കി എടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ മുഖം നല്ല തിളങ്ങുകയും ചെയ്യും. അതോടുകൂടി തന്നെ ആരോഗ്യം നമ്മുടെ സ്കിന്നിനും നമ്മുടെ ശരീരത്തിനും കൂടെയുള്ള ഒരിക്കലും കുറയില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു ഗ്ലിസറിന് ഒരുപാടൊന്നും എടുത്തിട്ടില്ല. ഒരു 1/4 ടേബിൾ സ്പൂൺ ഗ്ലിസറിനെ എടുത്തിട്ടുള്ളൂ. ഒരൊറ്റ വട്ടം നമുക്ക് മുഖത്ത് അപ്ലൈ ചെയ്യാനുള്ള ഒരു ക്രീമാണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ 1/4 ടേബിൾ സ്പൂൺ മതിയാവും. ഗ്ലിസറിന് എല്ലാവരും മുഖത്ത് അപ്ലൈ ചെയ്യുന്ന ആളുകളായിരിക്കും. പക്ഷെ ഒരു കാര്യം പറഞ്ഞുതരാം, നേരിട്ട് ഗ്ലിസറിൻ മാത്രം നമ്മളെ മുഖത്ത് ഒരിക്കലും നിങ്ങൾ അപ്ലൈ ചെയ്യാൻ പാടില്ല കേട്ടോ. അത് നല്ല കേടാണ് നമ്മളെ ഇതിന് ഫേസിന്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരിക്കലും എന്തെങ്കിലുമൊക്കെ ഒന്ന് കൂട്ടി ചേർത്തിട്ട് നേർത്ത രൂപത്തിലാക്കിയിട്ട് മാത്രം അപ്ലൈ ചെയ്യുക. പിന്നെ ഇതാ നമുക്കിതിലേക്ക് പിന്നെ വേണ്ടതെന്ന് വെച്ചാൽ ലേശം അരിപ്പൊടിയാണ്. അരിപ്പൊടിയൊക്കെ എല്ലാവരും വീട്ടിലും ഇപ്പം ഉണ്ടാവുമല്ലോ അല്ലേ. ഇനിയിപ്പോൾ അരിപ്പൊടി ഇല്ലെങ്കിൽ ആരും ടെൻഷൻ ആവേണ്ട. വേണമെങ്കിൽ കുറച്ച് ഗോതമ്പ് പൊടി എടുത്താലും മതി കേട്ടോ. അപ്പോൾ എന്നിപ്പം മിനിയാന്ന് ഇട്ടൊരു വീഡിയോയിൽ ആരോ ഒന്ന് കമൻറ്റ് ചോദിക്കുന്നുണ്ട് എന്താണ് മൈദപ്പൊടി പറ്റുമോ. ഒരിക്കലും മൈദപ്പൊടി നിങ്ങളിതിന് വേണ്ടിയിട്ട് യൂസാക്കരുത് കേട്ടോ. നമുക്ക് ഗോതമ്പ് പൊടിയിൽ നമ്മുടെ സ്കിന്നിന് വേണ്ടിയിട്ടുള്ള ഒരുവിധം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരുവിധം നല്ല നല്ല കാര്യങ്ങളുണ്ട്. പിന്നെ അതുപോലെ തന്നെ അരിപ്പൊടിയിലുണ്ട്. നമ്മൾ റൈസൊക്കെ വെച്ചിട്ട് ഒരുപാട് ഫേഷ്യൽ സംഭവങ്ങൾ ഉണ്ടാക്കാറുണ്ട്.
അതുപോലെ തന്നെ ഗോതമ്പ് പൊടി വെച്ചിട്ടും. പക്ഷേ മൈദ ആരും എടുക്കുന്നതായിട്ട് ഞാൻ എൻ്റെ ഒരു അറിവിലില്ല കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും വല്ല അറിവുണ്ടോ എന്ന് എനിക്കറിയില്ല, ഉണ്ടെങ്കിൽ ഒന്ന് പറയാം. എന്നാലും എനിക്ക് തോന്നുന്നത് മൈദ ഒരിക്കലും ഫേസിൽ അപ്ലൈ ചെയ്യാത്തൊരു സംഭവമാണെന്നാണ്. അപ്പോൾ അതുകൊണ്ട് അത് നിങ്ങൾ എടുക്കല് കേട്ടോ. വേണമെങ്കിൽ നിങ്ങൾ ചോളത്തിൻ്റെ പൊടി എടുത്തോളി. ചോളത്തിൻ്റെ പൊടി, അരിപ്പൊടി ഇല്ല, ഗോതമ്പ് പൊടി ഇല്ല എന്നുണ്ടെങ്കിൽ ചോളത്തിൻ്റെ പൊടി, അതായത് കോൺഫ്ലോർ, അത് എടുത്തോളി. പിന്നെ അതുപോലെ തന്നെ കടലമാവ്, ഒരു ടേബിൾ സ്പൂണോളം കടലമാവ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കടലമാവ് പിന്നെ നമുക്ക് മുഖത്ത് വെറുതെ തേക്കലുണ്ടല്ലോ അല്ലേ, ചെറിയ മക്കൾക്കൊക്കെ കടലമാവ്, ചെറുപ്പയർ പൊടിയൊക്കെ തേച്ച് കൊടുക്കല്ലേ. അതുകൊണ്ട് അതൊക്കെ എന്താ വെച്ചാൽ സ്കിന്നിന് ഏറെ ഗുണം ചെയ്യുന്ന സംഭവങ്ങളാണ്. കടലമാവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മളെ വീഡിയോ ഒക്കെ വലുതായി പോകുന്ന ശേഷം ഒന്നും ഇടണില്ല കേട്ടോ. നിങ്ങൾ നേരെ കടലമാവ് ചേർത്തോളൂ, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് നമുക്ക് മുഖത്ത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചൊരു ലൂസിലാണ് വേണ്ടത്. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചും കൂടെ ഇത് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ലേശം തക്കാളി നീരും ഒഴിച്ചു കൊടുത്തിക്കണേ. അതുപോലെ തന്നെ ഒരു ലേശം കൂടെ ഗ്ലിസറിനും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിലാണ് കേട്ടോ നമുക്ക് കിട്ടേണ്ടത്. ഈ ഗ്ലിസറിൻ നമുക്ക് അത്ര നിസ്സാരമായി കാണാൻ പറ്റുന്ന സംഭവമല്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഇതിൻ്റെ ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മളെ മുഖത്ത് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അത് ചില ക്രീമുകളൊക്കെ, ചില സംഭവങ്ങളൊക്കെ നമുക്ക് എണ്ണമഴയുള്ള മുഖത്തിന് പറ്റൂല, ചിലത് എണ്ണമഴ വരണ്ടതിന് പറ്റൂല, അങ്ങനെയൊക്കെയാണല്ലോ. പക്ഷേ ഈ ഗ്ലിസറിൻ എന്ന് പറഞ്ഞത് നമുക്ക് മുഖത്തിന് തന്നെ ഏത് ടൈപ്പ് സ്കിന്നാണെങ്കിലും പറ്റുന്ന ഒരു സംഭവമാണ് ഈ ഒരു ഗ്ലിസറിൻ എന്ന് പറഞ്ഞത്. അതെന്ന് വെച്ചാൽ നമ്മുടെ മുഖത്ത് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലോ, ചിലവരെ മുഖത്ത് കരിമങ്ങലുണ്ടാവും, അതുപോലെ തന്നെ ഈ ഓരോ വിള്ളൽ പോലെ ഇങ്ങനെ ഉണ്ടാവും. ചിലവർക്ക് ഇങ്ങനെ സ്കിന്ന് ഒരു ഇതുണ്ടാവും, അലാസ്റ്റിക് ആയിട്ട് ഇങ്ങനെ ചുളുങ്ങി ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും. പിന്നെ ചിലവർക്ക് മുഖക്കുരു, ചിലവർക്ക് ഒരുപാട് രോമ വളർച്ച, അങ്ങനെ ഓരോ മുഖത്ത് ഓരോ പുള്ളിക്കുത്ത് വരിക, അങ്ങനെ ഒരുപാട് ഉണ്ടാവും മുഖത്തിന് അല്ലേ. ഇനിയിപ്പോൾ എത്ര നല്ല ഗ്ലാമറുള്ള ആളുകൾക്കും ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ മുഖത്തിനുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരമാണ് ഈ ഒരു ഗ്ലിസറിൻ എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ഗ്ലിസറിൻ നേരെ കൊണ്ടുപോയാണ്ട് അങ്ങോട്ട് അപ്ലൈ ചെയ്യണ്ട കേട്ടോ. നേരെ കൊണ്ടുപോയി അപ്ലൈ ചെയ്യണതിന് കുഴപ്പമില്ല, വെറും 20 മിനിറ്റിൽ കൂടി നിൽക്കാൻ പാടില്ല നമ്മളെ മുഖത്ത് കേട്ടോ. ഇതെന്ന് പറഞ്ഞാൽ ചില മൃഗങ്ങളിൽ നിന്നും അതുപോലെ തന്നെ പച്ചക്കറിയിൽ നിന്നൊക്കെ എടുക്കുന്ന ഒരു സംഭവമാണ് ഈ ഒരു ഗ്ലിസറിൻ എന്ന് പറഞ്ഞത്. ഇതിനിപ്പോൾ പ്രത്യേകിച്ചൊരു സ്മെല്ലോ കാര്യമൊന്നുമില്ല, നേരത്തെ ഒരു കൊഴുപ്പുണ്ടാവും. എന്ന് രുചിച്ച് നോക്കേണ്ടി കേട്ടോ. നല്ലൊരു മധുരമൊക്കെ ഉണ്ട്, ഒരു ഇളം മധുരം. രുചിച്ച് നോക്കണേനും നമ്മൾ വയറിനുള്ളിൽ കാക്കണേനൊന്നും ഒരു കുഴപ്പമില്ല കേട്ടോ. ഒരുവിധം ഫുഡിലൊക്കെ അത് ചേർക്കാറുണ്ട്. പിന്നെ സോപ്പൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഏതായാലും നിങ്ങൾക്ക് ഈ ഒരു ക്രീമല്ലാതെ ഒരു 2-3 ഇതും കൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾക്ക് ഇതാണോ വേണ്ടത്, ആ ഒരു 3 ഏതാണോ നിങ്ങൾക്ക് എളുപ്പമുള്ളതെന്ന് വെച്ചാൽ അത് നിങ്ങൾ ചെയ്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞുതരാം. എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം, കാണിച്ചു തരുന്നില്ല കേട്ടോ. എന്താ വെച്ചാൽ ഈ ഗ്ലിസറിന് നമ്മൾ സോപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ ഉപയോഗിക്കാറുണ്ട്. കാരണം എന്താ വെച്ചാൽ അലക്കണ സോപ്പല്ല കേട്ടോ. അലക്കണ സോപ്പിന് ഗ്ലിസറിൻ്റെ ആവശ്യമില്ല. പക്ഷെ നമ്മൾ ശരീരത്തിൽ, മുഖത്ത്, തലയിൽ, ശരീരം ഒന്നായിട്ട് തേക്കണതാണല്ലോ കുളിക്കണ സോപ്പ്. അപ്പോൾ ഈ ഒരു കുളിക്കണ സോപ്പിൽ നമ്മൾ കുട്ടികൾക്കുള്ള സോപ്പ് ഉണ്ടല്ലോ, ബേബി സോപ്പിൽ, അതുപോലെ തന്നെ പിയേഴ്സ് സോപ്പിൽ നല്ലോണം ഗ്ലിസറിൻ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഗ്ലിസറിൻ അടങ്ങിയിട്ടുള്ള സോപ്പ് നമ്മൾ കൂടുതലും പിയേഴ്സ് സോപ്പൊക്കെ വാങ്ങണത്. അപ്പോൾ ഈ സോപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സോപ്പ് ബേസ് വാങ്ങുകയാണെങ്കിൽ നല്ലോണം ഗ്ലിസറിൻ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ സോപ്പിന് വേണ്ടിയിട്ട് നല്ലൊരു ഉപയോഗമാണ് ഈ ഒരു ഗ്ലിസറിന്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ ഗ്ലിസറിൻ വെച്ചിട്ട് 2-3 ഫേസ് പാക്കും കൂടി ഞാൻ പരിചയപ്പെടുത്തി തരാം കേട്ടോ. ഒരു 70 രൂപയുള്ളൂ. ഇത് നിങ്ങൾ വാങ്ങിക്കോളേണ്ടി. നമ്മൾ ഏത് കടയിൽ നിന്നും കിട്ടും. നമ്മൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ ചെന്ന് ചോദിച്ചാൽ ഗ്ലിസറിൻ വാങ്ങാൻ കിട്ടും. പിന്നെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ രാത്രിയിലൊക്കെ നമുക്ക് പെട്ടെന്ന് ഒരു മുഖത്ത് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, കുറച്ച് തേനും അതുപോലെ തന്നെ കുറച്ച് ഗ്ലിസറിൻ എന്ന് പറഞ്ഞാൽ 1 ടേബിൾ സ്പൂണ് തേനെടുക്കുക, അതുപോലെ തന്നെ 1/2 ടേബിൾ സ്പൂൺ ഗ്ലിസറിനും എടുത്തിട്ട് വേണമെങ്കിൽ ഇത്തിരി പാലും കൂടെ ചേർക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഇത് മാത്രം മതി. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് മുഖത്ത് പുരട്ടിയിട്ട് രാവിലെ വരെ നിങ്ങൾക്ക് വേണമെങ്കിൽ വെക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറങ്ങണതിന് മുമ്പ് നിങ്ങൾ കഴുകി കളയുകയാണെങ്കിൽ ഒരു 1/2 മണിക്കൂറെങ്കിലും വെച്ചിട്ട് കഴുകി കളയട്ടോ. പിന്നെ രണ്ടാമത്തെ ഒരു വഴി എന്ന് പറഞ്ഞാൽ അതിലും എളുപ്പമുള്ള വഴിയാണ്. പിന്നെ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്നൊരു സംഭവം കൂടെയാണ് ഇതിൽ ചേർക്കുന്നത്, അതായത് പാലാണ്.
പാൽ എത്രയെന്ന് വെച്ചാൽ എന്താണ് 1 ടീസ്പൂണ് ഗ്ലിസറിനിലേക്ക് 2 ടീസ്പൂണ് പാൽ ചേർത്തിട്ട് നന്നായിട്ട് യോജിപ്പിക്കുക. നന്നായിട്ട് യോജിപ്പിച്ചിട്ട് എന്ത് ചെയ്യുക, ഗ്ലിസറിനും പാലും കൂടി യോജിക്കാൻ വലിയൊരു പ്രയാസമൊന്നുമില്ല. കുറച്ചൊന്ന് മിക്സ് ആകുമ്പോഴേക്കും അത് ആവും. എന്നിട്ട് മുഖത്ത് അപ്ലൈ ചെയ്യട്ടോ. ഇത് നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ കിടക്കാൻ നേരത്തെ ചെയ്താൽ മതി, കഴുകി കളയേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ നിങ്ങൾ ഗ്ലിസറിൻ മാത്രമാണ് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങൾ 20 മിനിറ്റിൽ കൂടുതൽ വെക്കാൻ പാടില്ല കേട്ടോ. കാരണം ഇത് ഒറ്റയ്ക്ക് നിങ്ങൾ തേക്കാതിരിക്കുകയാണ് നല്ലത്. പിന്നെ മൂന്നാമതായിട്ട് ഞാൻ പറഞ്ഞ ടിപ്പ് എന്താ വെച്ചാൽ, നിങ്ങൾ അലോവേര ജെല്ല് നിങ്ങളെ വീട്ടിൽ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയ അലോവേര ജെല്ലൊക്കെ ഉണ്ടെങ്കിൽ അതാട്ടോ നല്ലത് ഇതിൻ്റെ കൂടെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ നമ്മളെ വീട്ടിലുള്ള നമ്മൾ എടുക്കണതിന് കുഴപ്പമില്ല. അതിൻ്റെ ആ ഒരു നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഒരു മഞ്ഞൊരു കറ ഉണ്ടാവും. ആ കറ നല്ലോണം പോക്കണം, നല്ലോണം വെള്ളത്തിലിട്ട് കഴുകി പോക്കി അതേപോലെ തന്നെ കുറച്ച് സമയം കുത്തനെ ചാരൊക്കെ വെച്ചിട്ട് ആ കറ നല്ലോണം കളഞ്ഞിട്ട് അതിൻ്റെ മുള്ളും അതുപോലെ തന്നെ അതിൻ്റെ ആ ലീഫിൻ്റെ പുറം ഭാഗത്ത് തൊലിയൊക്കെ കളഞ്ഞിട്ട് അതിൻ്റെ ജെല്ല് മാത്രം എടുത്തിട്ട് മിക്സിൻ്റെ ജാറിലിട്ട് അരച്ചതിന് ശേഷം ഈ ഒരു ഗ്ലിസറിൻ 1/2 ടേബിൾ സ്പൂണോളം ചേർത്തിട്ട് നിങ്ങൾ മുഖത്ത് പുരട്ടോ. അല്ലാതെ ഇത്രയൊന്നും റിസ്ക് എടുക്കാതെ ചെയ്യാൻ പറ്റുന്ന പരിപാടി എന്താണെന്ന് വെച്ചാൽ ഇതാണ്. നമ്മൾ അലോവേര ജെല്ലുണ്ടാവും കടയിൽ നിന്ന് വാങ്ങിയത്, ഇതിന് നല്ല സ്മെല്ലുമാണ്. നമ്മൾ രാത്രിയിലൊക്കെ എന്തെങ്കിലുമൊക്കെ പുരട്ടുക എന്ന് വെച്ചാൽ നമ്മൾ കിടക്കുന്ന സമയത്തൊക്കെ ആകുമ്പോൾ നമ്മളെ കുട്ടികളായാലും ഹസ്ബൻഡായാലും നമ്മളെ കൂടെ ഉണ്ടാകുമ്പോൾ സ്മെല്ല് നല്ല തന്നെ ആവുകയാണ് നല്ലത്. നമ്മൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കുന്ന അലോവേരയ്ക്ക് സ്മെല്ലൊന്നും പ്രത്യേകിച്ചൊന്നും കിട്ടില്ലല്ലോ. അപ്പോൾ ആ ഒരു കടയിൽ നിന്ന് വാങ്ങുന്ന അലോവേരയ്ക്ക് നല്ലൊരു സ്മെല്ലാണ് കേട്ടോ. അപ്പോൾ ആ ഒരു സ്മെല്ലുള്ള അലോവേര എടുക്കായിരിക്കും നന്നാവുക. പിന്നെ രാത്രിയിൽ നമുക്ക് പൊതുവെ എല്ലാത്തിനും മടിയാണല്ലോ. അപ്പം അങ്ങനെ മടിയുള്ള സമയത്തൊക്കെ അലോവേരൻ്റെ ജെല്ല് വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതും വലിയൊരു വില ഒന്നുമില്ല അലോവേര ജെല്ലിന്. അപ്പോൾ അത് വാങ്ങിയിട്ട് അതിനൊരു 1 ടേബിൾ സ്പൂൺ അലോവേര ജെല്ലും 1 ടേബിൾ സ്പൂണൊന്നും വേണ്ട കേട്ടോ. നമുക്ക് ഒരിക്കലും മുഖത്ത് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അത്ര ഒന്നും വേണ്ട. നിങ്ങൾക്ക് എത്ര വേണോ അതിനനുസരിച്ച് നിങ്ങൾ അലോവേര ജെല്ല് എടുക്കുക. അതുപോലെ തന്നെ അതിക്ക് പാകത്തിന് ഒരു 1/2 ടേബിൾ സ്പൂണോ ഒക്കെ ആയിട്ട് എന്താണ് ഇതുണ്ടല്ലോ ഗ്ലിസറിനും എടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്യുക കേട്ടോ. അലോവേര ജെല്ല് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയത് മിക്സ് ചെയ്ത് കിട്ടാൻ കുറച്ച് സമയം എടുക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കുറച്ച് സമയം നല്ലോണം മിക്സ് ചെയ്യുക. ഫോർക്കോ വിസ്കൊക്കെ വെച്ചിട്ട് സ്പൂണൊക്കെ വെച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്ത് സെറ്റ് ആയതിൻ്റെ ശേഷം എന്ത് ചെയ്യുക, മുഖത്ത് നല്ലോണം ഒന്ന് അപ്ലൈ ചെയ്യുക കേട്ടോ. അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, കുറച്ച് സമയം നല്ലോണം റൗണ്ടായിട്ട് കവളത്തൊക്കെ മിക്സ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മൾ വായിലും മൂക്കിലും കണ്ണിലൊക്കെ ആവണ നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ. ഈ ഒരു എന്താണിത് ഗ്ലിസറിന്. പിന്നെ ഇനിയിപ്പോൾ ഇതൊന്നും നമ്മളെടുത്തില്ല, ഗ്ലിസറിൻ മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, കുറച്ച് വെള്ളം എടുക്കുക. ഒരു 2 ടേബിൾ സ്പൂണ് വെള്ളം എടുക്കുക. നമ്മളെ മുഖം നനയാൻ പാകത്തിനുള്ള വെള്ളം നമുക്ക് മനസ്സിലാവുമല്ലോ, അതെടുക്കുക. എന്നിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂണ് ഗ്ലിസറിൻ ഒഴിക്കുക. എന്നിട്ട് മിക്സ് ചെയ്തിട്ട് മുഖത്ത് പുരട്ടിയാലും മതി കേട്ടോ. പുരട്ടി പക്ഷേ ഞാൻ കുറേ വട്ടമായിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ വിചാരിച്ചു എന്നെ പറയണമെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യരുത് കേട്ടോ. എന്താ വെച്ചാൽ വീണ്ടും വീണ്ടും പറയാണ്, ഇത് മാത്രം നിങ്ങൾ അപ്ലൈ ചെയ്ത് കുറച്ച് വെള്ളമെങ്കിലും കൂട്ടിയിട്ട് അപ്ലൈ ചെയ്യണം. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ വീട്ടിൽ അധികം ആളുകളെ വീട്ടിൽ റോസ് വാട്ടർ ഉണ്ടാവും. റോസ് വാട്ടർ ഇപ്പോൾ കടയിൽ പോയിട്ട് വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. അധികം ആളുകളുടെ വീട്ടിൽ ഇപ്പോൾ റോസാപ്പൂവൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഈ റോസാപ്പൂവൊക്കെ നല്ല വിരിഞ്ഞിരിക്കുന്ന സമയത്ത് എന്തായാലും റോസാപ്പൂ വാടിപ്പോവില്ലേ. അപ്പോൾ എന്ത് ചെയ്യുക, കുറച്ച് റോസാപ്പൂ പറിച്ചിട്ട് അത് കുറച്ച് വെള്ളത്തിലിട്ടിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണ വെള്ളമാണ് ഈ റോസ് വാട്ടർ. അല്ലാതെ ഇപ്പോൾ അത് വലിയൊരു സംഭവമാണ്, അത് കടയിൽ നിന്നേ കിട്ടുള്ളൂ, അങ്ങനെയൊന്നുമില്ല. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മളെ വീട്ടിൽ റോസൊക്കെ പൂവിട്ടിരിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ നമ്മൾ അയൽവാസിൻ്റെ വീട്ടിലൊക്കെ ഇഷ്ടംപോലെ റോസാപ്പൂവൊക്കെ ഉണ്ടെങ്കിൽ, അല്ലാതെ ഒരു റോസാപ്പൂവോ 2 റോസാപ്പൂവൊക്കെ അയൽവാസിൻ്റെ വീട്ടിൽ ഉണ്ടെങ്കിൽ അത് നമ്മൾ ചോദിക്കാൻ പോകരുത് കേട്ടോ. അപ്പോൾ നമ്മൾ ചോദിക്കുമ്പോൾ തരും, പക്ഷേ ഇഷ്ടത്തോടു കൂടി തരുമെന്ന് നമുക്ക് ഉറപ്പില്ല. കുറേ റോസാപ്പൂവൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊക്കെ ചോദിച്ച് വാങ്ങാം. പിന്നെ നമ്മളെ വീട്ടിലുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്കത് ആരും ഇഷ്ടം നോക്കണ്ടല്ലോ, കുറച്ചാലും തോനാലും എടുത്തിട്ട് അപ്പോൾ അതുപോലെ റോസ് വാട്ടർ നിങ്ങൾ ഉണ്ടാക്കി വെച്ചാൽ മതി കേട്ടോ. അങ്ങനെ റോസ് വാട്ടർ ലേശം ചേർത്തിട്ട് ഇതും കുറച്ച് കൂട്ടിയിട്ട് അപ്ലൈ ചെയ്തിട്ട് അല്ലെങ്കിൽ സ്പ്രേ ചെയ്യുക. സ്പ്രേ കുപ്പിയിലാക്കിയിട്ട് മുഖത്ത് ഇങ്ങനെ സ്പ്രേ ചെയ്താലും മതിയാവും കേട്ടോ. എന്താ വെച്ചാൽ നമ്മൾ ആദ്യം തന്നെ ഈ ഗ്ലിസറിൻ നമ്മൾ വെറുതെ പുരട്ടുമ്പോൾ എന്ത് ചെയ്യണം, കുറച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ചിലവർക്ക് ഇത് പറ്റൂല, അലർജി ഉണ്ടാവും. അപ്പോൾ ഈ അലർജി ഉണ്ടോയെന്ന് നമ്മൾ അറിയണമെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ നമ്മളെ കയ്യിലോ കാലിലോ ഒക്കെ ഒന്ന് കുറച്ചൊന്ന് പുരട്ടി നോക്കണം കേട്ടോ. കയ്യിലും കാലിലും അലർജി ഉണ്ടെന്ന് കണ്ടാൽ നമ്മൾ മുഖത്തേക്ക് കൊണ്ടുപോകാനേ പാടില്ല. ഇത്രയും സംഭവത്തിൽ നിന്ന് ഏതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് എളുപ്പവും ഈസി നിങ്ങളടുത്തുള്ള സംഭവങ്ങളൊക്കെ വെച്ചിട്ട് നിങ്ങളിതൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. പിന്നെ നമ്മുടെ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒരു ലൈക്കൊക്കെ ചെയ്യുക.
പിന്നെ എന്താ വെച്ചാൽ നിങ്ങളെ ഫാമിലി ഗ്രൂപ്പും ഫ്രണ്ട്സ് ഗ്രൂപ്പൊക്കെ ഒന്ന് ഇത്തരം അറിവുകളൊക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കട്ടോ. കാരണം ആരെങ്കിലുമൊക്കെ ചെയ്യണവർ ചെയ്തോട്ടെ, നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യം നിങ്ങൾ ചെയ്തോളി. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്തിട്ട് അവർക്ക് വേണമെങ്കിൽ ഉപകാരമായിക്കോട്ടെ. നമ്മളറിയാതെ ചില ഉപകാരങ്ങൾ ചിലർക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾ ചെയ്ത് കൊടുത്താൽ ചിലർക്ക് ഇത് വലിയൊരു ഉപകാരമായിരിക്കും. സിമ്പിൾ ടിപ്സാണല്ലോ കാണിക്കണം പറഞ്ഞതും. അതുപോലെ തന്നെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒരുപാട് കൂട്ടുകാരുണ്ടാവില്ലേ. അപ്പോൾ അവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നമുക്കൊരു ഫേസ്ബുക്ക് പേജ് ഉണ്ട് കേട്ടോ, ഇതേ പേര് തന്നെയാണ്, നിങ്ങളൊന്ന് ഫോളോ ചെയ്യുക. അസ്സലാമു അലൈക്കും.